എല്ലാവർക്കും നമസ്കാരം. നിർമ്മല രാജു, ഡിജിറ്റൽ ബിസിനസ് ഹബ്ബ്. നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നാം ബോധപൂർവമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ ഇൻഫർമേഷനെയും ഒന്ന് സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇങ്ങനെ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു ബോധം നമുക്കില്ലാത്തതുകൊണ്ട് പുറത്തുനിന്നും ശാസ്ത്രീയമായും അശാസ്ത്രീയമായും ഒട്ടനവധി തെറ്റായ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്നുമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മീഡിയകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഒട്ടനവധി തെറ്റായ ഇൻഫർമേഷൻസ് കടന്നു വരുന്നു. ഇത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സോളിൻ്റെയും ആ ശരിയായൊരു റൂട്ടിനെ തടയുകയും ആ പാതയിൽ തെറ്റായ നിർദ്ദേശങ്ങൾ നൽകുന്ന സൂചികകളായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടത്? നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ ആ രോഗത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ, അണുക്കൾ കടന്നു കയറിയാൽ അതിനെ അപ്പം തന്നെ നിരീക്ഷിക്കുവാനും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് നല്ലതോ ചീത്തയോ നമ്മുടെ ബോഡിയുമായി മാച്ച് ചെയ്യുന്നതാണോ എന്ന് വളരെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അങ്ങനെ അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു അണുവാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കുന്നതിനുള്ള മെഡിസിൻ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ബ്രെയിനിലെ ഓരോ ഭാഗങ്ങളെയും ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കെമിക്കൽ കോമ്പിനേഷൻ അവിടെ സൃഷ്ടിക്കുകയും ആ കോമ്പിനേഷനിലൂടെ ആ അണുക്കളെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ ആ ഹോർമോൺ നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുകയും ആ ഹോർമോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്ന ആ അണുവിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു പടയാളികളായി നമ്മുടെ സംരക്ഷിക്കുന്ന നമ്മുടെ ബ്രെയിനാണ്. ഈ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഓർഡറുകൾ നൽകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്, അഥവാ നമ്മുടെ അതിസൂക്ഷ്മ മനസ്സ്. ഈ അതിസൂക്ഷ്മ മനസ്സിൻ്റെ ഉള്ള ആവശ്യമായിട്ടുള്ള ഇൻഡ്യൂഷൻസ് അതിനെ തിരിച്ചറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻഡ്യൂഷൻസ് നൽകുന്നത് നമ്മുടെ സോളിൽ നിന്നാണ്. ആ സോള് അതീവ സൂക്ഷ്മതലത്തിൽ നമ്മുടെ ബോഡിയിൽ മനസ്സിലും ഇത് ലയിച്ച് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തകർക്കുന്ന ഒട്ടനവധി ആശയങ്ങൾ മീഡിയകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. മനഃപൂർവ്വമായും ബോധപൂർവമായും അല്ലാതെയുമൊക്കെ ഒട്ടനവധി തെറ്റായ ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകർക്കുവാനും നമ്മൾ രോഗങ്ങൾക്ക് അടിമപ്പെടാനും കാരണമാകുന്നത്. ഇങ്ങനെ ഈ ഒട്ടനവധി മലിനമാക്കപ്പെട്ടിട്ടുള്ള ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ബോഡിയിൽ നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കണമെങ്കിൽ, അതിൽ മൈൻഡിനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ശരിയായ ആരോഗ്യം നമ്മുടെ ബോഡിക്കുണ്ടാകണം. നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മുടെ സോളിൻ്റെ പർപ്പസിലേക്ക് നയിക്കുന്ന ആക്ഷനുകളായിരിക്കണം നാം മുൻപ് തൂക്കം കൊടുക്കേണ്ടത്. ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ളൊരു മൈൻഡ് നമ്മുടെ ബോഡിയിൽ കാത്തുസൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാകുന്ന സന്ദർഭത്തിൽ അതിനെ തിരിച്ചെടുക്കുന്നതിനുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ ഇതെല്ലാം നമുക്ക് തെളിവുകളായി മുന്നോട്ട് കൊണ്ടുവരുന്നുമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ വലിയൊരു വ്യാപാര സംവിധാനങ്ങളും കെട്ടിപ്പടുക്കുന്നുണ്ട്. ആ വ്യാപാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും കണ്ണടച്ചുകൊണ്ട് ബോധപൂർവമായി തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് തെറ്റായ ഇൻഫർമേഷൻസും നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി മീഡിയകൾ വരെ ഉപയോഗപ്പെടുത്തുന്നു. ഈ സാഹചര്യം നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തിക്കൊണ്ട്
നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഏത് രോഗങ്ങളെയും രോഗകാരണങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള ഒട്ടനവധി ക്ലാസിക്കൽ സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആയുർവേദ, സിദ്ധ, യുനാനി, പഞ്ചകർമ്മ ധാരാളം മാർഗങ്ങളിലൂടെ അത് നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന, സഹസ്രാബ്ദങ്ങളായി പിന്തുടരുന്ന ഒട്ടനവധി ചികിത്സാ മുറകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സ്വാഭാവികമായിട്ടുള്ള മൂലകങ്ങളെ, ഫലമൂലാദികൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായി നിലനിർത്താൻ പറ്റുന്ന, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ സുസജ്ജമാക്കി നിലനിർത്താൻ സാധിക്കുന്ന ഒട്ടനവധി കായ്കറികൾ, ഫലമൂലാദികളെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. അവയെ കണ്ടെത്തുവാനും അവയെ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഒരു തെറ്റായ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നാലും അതിനെല്ലാം ചെറുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്താനുള്ള കരുത്ത് ആ മൂലികകളിലൂടെ, ഫലമൂലാദികളിലൂടെ നമ്മുടെ ബ്രെയിനിന്, ബോഡിക്കും എല്ലാം സമൃദ്ധമായിട്ടുള്ള ആ ഒരു കരുത്ത് പകരും. ഇത് ഒട്ടനവധി സംവിധാനങ്ങൾ പൂർവികന്മാർ കണ്ടെത്തുകയും അവയെ നമുക്കായി പകർന്നു തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അപൂർവങ്ങളായും നമുക്കിന്ന് നമ്മുടെ അറിവിൽ പെടാതെ മറഞ്ഞു കിടക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെ കണ്ടെത്തുവാൻ വളരെ യാദൃശ്യവശാൽ എനിക്ക് സാധിക്കുകയും അത് വിസ്മയകരമായ പല യാത്രകളിലൂടെ, പല കണ്ടുമുട്ടലുകളിലൂടെ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു മുന്നൊരുക്കം പോലെ ഒക്കെ എനിക്ക് പല ഇൻഡ്യൂഷൻസായി ലഭിച്ചിട്ടുള്ള ഒട്ടനവധി അറിവുകളെ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും ജനങ്ങളുടെ നല്ല ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും നല്ല ആരോഗ്യമുള്ള തലമുറകളെ സൃഷ്ടിക്കുന്നതിനും വലിയ പ്രാധാന്യമുള്ള ഈ ഔഷധ പ്രയോഗം, അതായത് നമ്മുടെ ആഹാരം തന്നെ ഔഷധമാക്കി മാറ്റുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള അതിശാസ്ത്രീയമായിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഉണവേ മരുന്ന്, മരുന്നേ ഉണവ് എന്നാണ്. ആഹാരം ഭക്ഷണവും, ആഹാരം മരുന്നും, മരുന്ന് ആഹാരവുമായി നാം കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ചുറ്റുപാടുകളിൽ നമുക്ക് പ്രകൃതിയിൽ ലഭിക്കുന്ന ഈ കായ്കറികളും ഫലമൂലാദികളുമൊക്കെ ഔഷധമാക്കി ഉപയോഗിക്കുന്നത്? അതാണ് നാം പഠിക്കേണ്ടത്, പരിശീലിക്കേണ്ടത്. ഇത് വളരെ ചിട്ടയായി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിശീലനം ചെയ്താൽ നാം എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഉണരണം, എങ്ങനെ ആക്ഷൻ എടുക്കണം, എങ്ങനെ ചിന്തിക്കണം, അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിസൂക്ഷ്മതലത്തിൽ പഠിച്ചുകൊണ്ട്, പരിശീലിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം സുസജ്ജമാക്കുവാൻ, അതിലൂടെ ഏറ്റവും കരുത്തുറ്റ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കെട്ടിപ്പടുക്കുവാനും വരും തലമുറകളെ തന്നെ പടുത്തുയർത്തുവാനും സാധിക്കുന്ന വലിയൊരു സാധ്യതയാണ് ഇതിലൂടെ തെളിയുന്നത്. ഇത് ലോകത്തെല്ലാവർക്കും പ്രയോജനപ്പെടുവാനും എല്ലാവർക്കും ഈ ആശയം പകർന്നു നൽകുന്നതിനും ഈ വീഡിയോ വരുന്ന സീരീസ് എല്ലാം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതി നമുക്ക് ഒരുക്കിയിട്ടുള്ള ഈ അമൂല്യമായിട്ടുള്ള ഈ സംഭാവന നമുക്കെല്ലാവർക്കും ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടി, നല്ല ആരോഗ്യത്തിന് വേണ്ടി ഉള്ള ഈ ചാനൽ ഒട്ടനവധി കാര്യങ്ങളാണിതിൽ. ഈ ആഹാര കാര്യങ്ങളോ കൂടാതെ തന്നെ കഠിനകരമല്ലാതെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള എക്സർസൈസിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ, അതേപോലെ തന്നെ
നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, നമ്മുടെ മൈൻഡിൻ്റെ തോട്ട് പ്രോസസ്സിനെ ശരിയായ റൂട്ടിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ആ പ്രതിരോധ സംവിധാനത്തിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ, അത് വളരെ നിസ്സാരമായിട്ട്, വളരെ ലളിതമായിട്ട് എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ പാകപ്പെടുത്തി ഉപയോഗിക്കാൻ കഴിയുന്നിട്ടുള്ള ശുദ്ധി ബാണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ നമ്മുടെ നല്ല ആരോഗ്യം വീണ്ടെടുക്കുവാനും നല്ല തലമുറകൾക്കുമായി ഈ ചാനൽ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിയട്ടെ എന്നുള്ള ആശംസകളോടെ നിങ്ങളുടെ നിർമ്മല രാജു.